അപ്പോൾ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ചെയ്തത് അയാളെ ഉറപ്പായിട്ടും ആ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യണം. കാര്യം അത്രയും സിവിയറായിട്ടുള്ളൊരു ഇഷ്യൂ ആണത്. വ്യക്തിപരമായിട്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് വ്യക്തിപരമായിട്ട് തന്നെ ശിക്ഷകൾ കൊടുക്കുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനൊരു ഒരു പദവിയിലിരിക്കാൻ അദ്ദേഹം എന്തായാലും യോഗ്യനല്ല. മലയാളികൾ മണ്ടരല്ല. ശബരിമലയിൽ നടക്കണൊക്കെ കൊള്ളയല്ലേ, സ്വർണ്ണത്തെക്കാട്ടി വലിയ കൊള്ള പണമായിട്ട് പോയിട്ടില്ല അവിടെ. അപ്പോൾ അതിനൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ശബരി പോയപ്പോൾ അത് പാളി ഇത് പാളി, ഇപ്പം ആര് പാളി? രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ വിഷയം ഇലക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ ഒരു വിഷയങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം കൂടുതൽ എന്ത് ചെയ്യും, ഇത് കൂടുതലായിട്ട് ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും ആരോപണം മാത്രമാണ്. വളരെ യുവ നേതാവാണ്. കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഷ്ട്രീയ പകപോക്കലാണ്. ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും കേസ് കുത്തിപ്പോക്കും. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നവരെ ഇങ്ങനെ പെണ്ണുങ്ങളായിട്ടുള്ള അവിധമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ലോകത്ത് നടക്കാനുള്ളത്? നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് യുവതിയെ ഗർഭിണിയാക്കി പിന്നീട് ഗർഭചിത്രം നടത്തി എന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. ഇതിനിടയിൽ ആ യുവതി പരാതി നൽകിയിരിക്കുകയാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനായി ലുക്കൗട്ട് നോട്ടീസൊക്കെ പോലീസ് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു സംഭവത്തിൽ എന്താണ് ജനങ്ങളുടെ പ്രതികരണം? എറണാകുളം നഗരത്തിലെ കുറച്ചാളുകളുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. സത്യമായിരിക്കുമല്ലോ, അല്ലാണ്ട് വെറുതെ ഒരാളെന്നോണോ പറയുക? ഒരു പെൺകുട്ടി സത്യമായിരിക്കും ചിലപ്പോൾ. മാതൃക കണ്ടതല്ലേ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോ ഇല്ലേ? ഒരു ചെറുപ്പക്കാരൻ പോരാഞ്ഞിട്ട് ഇല്ലേ? അവളൊരു പെൺകുട്ടി. അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആൾ തന്നെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കില ഇവിടെ പിന്നെ അവിടെ ബാധിക്കും, പാലക്കാട് ബാധിക്കും, വേറെ എവിടെ ഉണ്ടാവില്ല. പാലക്കാട് കളിക്കും. ഇരുമ്പേരിതൊക്കെ ആണെന്നിട്ട് രാജിവെച്ചിട്ടില്ല. നമ്മളെ ഇടതുപക്ഷം രാജിവെച്ചിട്ടില്ലല്ലോ പലതും. അങ്ങനെയൊന്നുമില്ല. ഇടതുപക്ഷത്തിന് വരുള്ളൂ ഇവിടെ പറയുകയാണെങ്കിൽ. മറ്റേ കോൺഗ്രസ് വന്നാൽ തന്നെ BJP ആണെങ്കിൽ അവർ ഡിക്ലെയർ ചെയ്യും. കോൺഗ്രസിനെ കൊണ്ട് ആ കാര്യത്തൊന്നും സഹായിക്കില്ല. അവിടെ BJP ആണെങ്കിൽ ഇവിടെ കോൺഗ്രസ് നേടിയ ശബരിമലയിൽ നടക്കണൊക്കെ കൊള്ളയല്ലേ, സ്വർണ്ണത്തെക്കാട്ടി വലിയ കൊള്ള പണമായിട്ട് പോയിട്ടില്ല അവിടെ. അപ്പോൾ അതിനൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ശബരി പോയപ്പോൾ അത് പാളി ഇത് പാളി, ഇപ്പം ആര് പാളി? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസെന്ന് പറഞ്ഞാൽ പുള്ളി ആരോപണ വിധേയനായ ഒരു മനുഷ്യനാണ്. അതിന് തെളിഞ്ഞിട്ടില്ല. നമ്മൾ തെളിവ് കിട്ടിയാൽ മാത്രമല്ല കുറ്റക്കാരനെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കുറ്റക്കാരെന്ന് പറയാൻ പറ്റൂല. അതെന്തുവായാലും അത് തെളിയിക്കപ്പെടണമല്ല. അത് കോടതിയിലാണെങ്കിലും അങ്ങനെ തന്നെയല്ല. തെളിയിക്കപ്പെട്ടാൽ മാത്രമല്ല കുറ്റക്കാരനെന്ന് പറയാൻ പറ്റുള്ളൂ. ഉണ്ടാവില്ല, ഇരു കൂട്ടർക്കും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഒരുപക്ഷെ ചിലപ്പോൾ അതായിരിക്കാം, അതല്ലായിരിക്കാം. പക്ഷേ എന്തായാലും നമ്മൾ തെളിവ് സഹിതം കിട്ടിയാൽ നമ്മൾ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ വിഷയം ഇലക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ ഒരു വിഷയങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം കൂടുതൽ എന്ത് ചെയ്യും, ഇത് കൂടുതലായിട്ട് ഉണ്ട്, പലതായിട്ട് കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അതും രാഷ്ട്രീയ ഫലങ്ങളും തമ്മിൽ വലിയ മാറ്റം ഉണ്ടാവും തോന്നില്ല. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ചർച്ചയാകുമോ? അതൊക്കെ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ടുണ്ടാകുന്ന ഓരോ സംഭവവികാസങ്ങളിൽ എത്ര ഉള്ളൂ. ജനം ചിന്തിച്ച് വിധി ചെയ്തു എന്നല്ലാണ്ട് പറയുന്നത്. കേരളമല്ല, ഉത്ബുദ്ധ ടീമാണല്ലോ, സാക്ഷരത ഉള്ള ആളുകളല്ലേ. അപ്പോൾ ഉത്ബുദ്ധ വോട്ട് കേരളത്തിൻ്റെ ഫലങ്ങളിൽ കാണും. വർഷങ്ങളോളം കണ്ടുവരുന്ന അങ്ങനെ തന്നെയാണ്. അത് ഈ വർഷം കാണും. രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും ആരോപണം മാത്രമാണ്. വളരെ യുവ നേതാവാണ്. കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വളരെ അടിപൊളി ജനങ്ങളെ കയ്യിലെടുത്ത് ജനസേവനത്തിന് മാതൃകയെ പാലക്കാട് എന്ന ഒരു മറൈൻ ഡ്രൈവ് പോലെ ഒരു മണ്ഡലമാക്കി തീർക്കാൻ പോവുകയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. വളരെ കഴിവുള്ള, ജനങ്ങൾ ഉറ്റുനോക്കുന്ന, കേരളം ഉറ്റുനോക്കുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഷ്ട്രീയ പകപോക്കലാണ്. ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും കേസ് കുത്തിപ്പോക്കും. പിന്നെ വേറെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ പുതിയ കേസ് കുത്തിപ്പോക്കും. തീർച്ചയായിട്ടും ആ അഭിപ്രായം തന്നെ ഞാൻ യോജിക്കുന്നുള്ളൂ. അതായത് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒന്നും പറയണമല്ലോ. അതായത് ഓന് വളരുന്നത് ആർക്കും ഇഷ്ടമല്ല. തീർച്ചയായിട്ടും അതാണ് എനിക്കും പറയാനുള്ളത്. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ മതേതരത്തിന്, ജനമൈത്രിക്ക് മുൻകൂട്ടി നിൽക്കുന്ന ഷാഫിയെ പോലെ വളരെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പറയല്ല, ഞങ്ങളൊക്കെ രാഷ്ട്രീയമില്ലാതെ ഉറ്റുനോക്കുന്ന ഒരു യുവ നേതാവാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. കേരളമാണ്, എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല. അത് അവന് വളർന്നുകൊണ്ടേയിരിക്കും.
കാരണം എന്താ വെച്ചാൽ ശബരിമല വിഷയം ഒരു സൈഡിൽ നടക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഇങ്ങനത്തെ വിഷയങ്ങൾ കൂടെ ചർച്ചയാക്കിയിട്ട് അത് മറക്കുക എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം. പിന്നെ ഇലക്ഷൻ സമയത്ത് ഓരോന്ന് കൂടുന്നിട്ട് അതിലൊന്നും കഥയുള്ളതല്ല. രാഷ്ട്രീയ പകപോക്കലാണോ? അത് എനിക്ക് പറയാൻ പറ്റില്ല. ഇതാണ് 100% ഉറപ്പാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു വിവാദമാണെന്ന് തോന്നുന്നു. അതും ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇരിക്കണവരെ ഇങ്ങനെ പെണ്ണുങ്ങളായിട്ടുള്ള അവിഹിതമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ലോകത്ത് നടക്കാനുള്ളത്? രാഷ്ട്രീയക്കാർ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? മനസ്സിലായില്ല. രാഷ്ട്രീയക്കാർ ഒരു കാര്യത്താൽ അങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കരുത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊതുസേവനമാണ്. അതായിരിക്കണം വേണ്ടത്. അല്ലാതെ ജനങ്ങളെ ലേഡീസിനോ അല്ലാണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലല്ല വേണ്ടത്. ഇത് മാതൃകയാകണം. അതായത് ജനങ്ങൾക്ക് മാതൃകയായിട്ട് വേണം ഇതാക്കണം. അല്ലാണ്ട് മറ്റുള്ള കാര്യത്തിൽ ഇവർ മുന്നോട്ട് ഇറങ്ങരുത്. അത് പൊതുജനത്തിന് സഹായം ആയിട്ടാണ് വേണ്ടത്. അല്ലാതെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളറിയും, അവർക്ക് ഒരു വോട്ട് പോലും കിട്ടൂല. രാജിവെച്ച് പോകണേ ഏറ്റവും നല്ല. ഇങ്ങനെയുള്ള പരിപാടി ചെയ്തു കഴിഞ്ഞാൽ രാജിവെച്ച് പോകണം. അതാണ് അതിൻ്റെ ശരി. തീർച്ചയായും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. ഭ്രൂണഹത്യ എന്നൊക്കെ പറയുക, ഒരാളെ അങ്ങനെ നിർബന്ധിക്കുക. അതും ആ പുള്ളി ഇപ്പോഴും നിലവിലൊരു രാഷ്ട്രീയ സ്ഥാനത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. MLA ആണ്. ജനങ്ങൾക്ക് ഒരു നേതാവായിട്ട് നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു വ്യക്തിയുടെ അടുത്തൊന്നും ഒരിക്കലും ഉണ്ടാവരുതാത്തൊരു കാര്യമാണിത്. അപ്പം അങ്ങനെ ഉള്ളവരെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ഭ്രൂണഹത്യ പോലുള്ളൊരു അത് രണ്ടാളും ഈക്വലി അതിൽ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതാണെന്നാണ് നമ്മൾ കാണുന്ന മെസ്സേജ്. നമുക്കത് മാത്രമേ അറിയുള്ളൂ. നമുക്കതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ചെയ്തത് അയാളെ ഉറപ്പായിട്ടും ആ ഇരിക്കുന്ന സ്ഥാനത്തുനിന്ന് പുറത്താക്കുക തന്നെ ചെയ്യണം. കാര്യം അത്രയും സിവിയർ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണത്. ഒരു റിലേഷനിൽ ഏർപ്പെടുക, അതിനുശേഷം അവരെ ഉപയോഗിച്ചതിന് ശേഷം അവരെ ഫോഴ്സ്ഫുള്ളി ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുക, ദെൻ അവരെ ആ ഭ്രൂണഹത്യയ്ക്ക് പ്രോത്സാഹിപ്പിക്കുക. ഇതും രാഷ്ട്രീയമായിട്ട് ഒരിക്കലും കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. അവർ നിയമത്തിൻ്റെ മുന്നിൽ വരണം എന്നാണ് നമ്മൾ പറയുന്നത്. എന്തിനാണ് എന്തിൻ്റെങ്കിലൊക്കെ മറവിൽ ഇത് ആരാണ് വ്യക്തിയെന്നോ അല്ലെങ്കിൽ ഇവരൊരു ആക്ഷൻ ഒരു കംപ്ലയിൻറ്റ് പോലും നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ അയാൾ മെസ്സേജ് അയച്ചിട്ടുള്ള ലേഡീസിൻ്റെ എല്ലാം കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. ഒരാളും ആ വ്യക്തിക്കെതിരെ ചിലപ്പോൾ പേടി കൊണ്ടായിട്ട് അവർക്കും ഒരു ഫ്യൂച്ചർ ഉള്ളതാണല്ലോ. വ്യക്തിപരമായിട്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് വ്യക്തിപരമായിട്ട് തന്നെ ശിക്ഷകൾ കൊടുക്കുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനൊരു ഒരു പദവിയിലിരിക്കാൻ അദ്ദേഹം എന്തായാലും യോഗ്യനല്ല പേഴ്സണലി, ഈ ഒരു കാര്യം കൊണ്ടിട്ട്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിക്കാരനുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. മലയാളികൾ മണ്ടരല്ല. കാര്യം എല്ലാവർക്കും ഇപ്പം നടക്കുന്ന ഇപ്പോൾ ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പാർട്ടികൾ വേറൊരെണ്ണം ഒപ്പിക്കും. അങ്ങനെ മാറിയും തിരിഞ്ഞും ഇപ്പോൾ ഇലക്ഷൻ വരുന്നത് കൊണ്ടെന്നൊക്കെ പറയും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടൊന്നും കണക്ട് ചെയ്ത് പറയേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം അയാൾ ചെയ്തേക്കുന്നൊരു ക്രിമിനൽ കുറ്റമാണ്. അയാൾക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടേണ്ട ഒരു കാര്യമാണ്. അതിന് ബാക്കിയുള്ള നമ്മുടെ നടക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കരയേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലത് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതിനൊക്കെ തക്കതായ ആക്ഷൻ എടുത്ത് കാണുമ്പോഴേ ഇവിടുത്തെ ഭരണഘടനയിലും ഇവിടുത്തെ ജനാധിപത്യത്തിലും ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണല്ലേ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജനങ്ങളെ തന്നെ ഒരു സൈഡിൽ കൂടെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റും ആ ലേഡിയോട് ചെയ്തിട്ടൊരു ദ്രോഹമാണ്. പക്ഷേ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ആ ലേഡി തന്നെയാണ്. ആദ്യമേ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും ഞാനാണ് മുമ്പോട്ട് വരേണ്ടത്. എന്നാലേ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അവരോടൊപ്പം ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വിവരം ഞാൻ ഇന്ന് അറിഞ്ഞു. തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് വളരെ സന്തോഷം. അതിൽ കേട്ടില്ല. അവർ മുമ്പോട്ട് വന്നു, ആക്ഷൻ എടുക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒത്തിരി സന്തോഷം. എത്ര സുരക്ഷിതരായിരിക്കും അദ്ദേഹത്തിനോടൊപ്പം അവരുടെ ആ പാർട്ടി തന്നെ പറയുന്നു. ആ പാർട്ടിയിലുള്ള ആൾക്കാർ, ആ ലേഡീസിനൊന്നും ഒരു ഭയവും ഇല്ല. ഇങ്ങനെയുള്ള ഒരാൾ ഒരുപാട് പേരുടെ സ്ക്രീൻഷോട്ടുകൾ നമ്മൾ കണ്ടതാണ്. ഇത്ര മോശമായിട്ടാണ് അദ്ദേഹം സ്ത്രീകളോടൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊരു തരത്തിലുള്ളൊരു രോഗമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു ലേഡിയോട് പറഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നെ ബാംഗ്ലൂർ കൊണ്ടുപോയി റേപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ എത്ര തീവ്രമായൊരു വിഷയമാണെന്നറിയോ. അതിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കോൺഗ്രസ്സിലുള്ളൊരു നേതാവ് അല്ലെങ്കിൽ ഒരു ലേഡി ആയിക്കോട്ടെ, ഒരു മെൻ ആയിക്കോട്ടെ, അവരുടെ മക്കൾക്കായി ഈ അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യും? രാഹുൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൈയടിക്കത്തില്ലല്ലോ. അപ്പം അവരവർക്ക് വരണം എങ്കിൽ മാത്രമേ മനസ്സിലാവും. അവിടെ പൊളിറ്റിക്സ് മാറ്റി വെച്ചിട്ട് എന്താണോ അവർ ചെയ്ത തെറ്റ് അതിനെതിരെയുള്ള ആക്ഷൻസാണ് എടുക്കേണ്ടത്. അതാ പറഞ്ഞ അവരുടെയൊക്കെ വീടുകൾ, അവരുടെയൊക്കെ മക്കൾക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ അവർ അതാ പറഞ്ഞ രാഷ്ട്രീയം മാറ്റിവെച്ച് ഇതെന്താണ് അയാൾ ചെയ്തതെന്നുള്ളത് അതിന് ഈ പറഞ്ഞ എന്താ പറയുക എല്ലായിടത്തും
കുറേ ആൾക്കാർ കാണുമല്ലോ, പാർട്ടി അടിമകൾ. ആ അടിമക്കണ്ണ് ആകാതെ സ്വന്തമായിട്ട് ചിന്തിക്കുക, എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ സഹപ്രവർത്തകയ്ക്കോ ആണ് ഇദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനൊരു ഇത് വരുന്നെങ്കിൽ ഇവർ ആദ്യം കൊടിയായിട്ട് ഇറങ്ങത്തില്ലേ? പാർട്ടി എന്നൊന്നും അവർ നോക്കത്തില്ല. അപ്പോൾ അവർക്ക് നോവണം, എന്നാൽ മാത്രമേ, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഒരു പീഡനം നടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കണം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ നടക്കണം, എങ്കിൽ മാത്രമേ അത് നമ്മുടെ ഇഷ്യൂ ആവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫേസ്ബുക്ക്, ഞാനടക്കമുള്ള ആൾക്കാർ എന്താ ചെയ്യുക, കുറേ ഹാഷ്ടാഗ് പോസ്റ്റുകൾ, അതിനെതിരെ 1-2 കുറച്ച് നാൾ പ്രതികരിക്കും, കുറച്ച് കഴിയുമ്പോൾ അടുത്ത ടോപ്പിക്ക് വരുമ്പോൾ അതുമായിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ശബരിമലയാണ് അതിൻ്റെ തൊട്ട് റീസണബിളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഇഷ്യൂ വരും. പക്ഷേ എന്നാലും ഇതിനൊരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ചുരണ്ടാൻ നിൽക്കുന്നവന്മാരും കൂടെ ഒന്ന് അറയ്ക്കും അല്ലേ, തക്കതായ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ പുറത്താക്കിക്കൊണ്ട് തന്നെ ഒരു തക്കതായ നടപടികൾ നമ്മുടെ ഗവൺമെൻറ് എടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പാർട്ടിയിലും ഞാൻ വിചാരിക്കും, ഒരു സ്ത്രീ എന്ന നിലയിൽ, കാര്യം ഞങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ. നമ്മളുമൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഫാമിലിയായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ പബ്ലിക്കിനോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പോഴും നമ്മൾ പറയും, ഭരണത്തിൽ തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക പുഴുക്കുത്തുകൾ. അപ്പോൾ അവരെ ആദ്യം എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ പബ്ലിക്കിലോട്ട്, ആദ്യം സ്വന്തം കണ്ണിലെ കരടെടുത്ത് വേണം ആരാൻ്റെ കണ്ണിലെ കോരെടുക്കാനെന്ന് പറയുന്ന പോലെ ആദ്യം ഭരിക്കുന്നവർ നന്നാവുക. എന്നിട്ട് കാര്യം ഇത് നമ്മുടെ എന്താ പറയുക, അടിമ രാജ്യമൊന്നും അല്ലല്ലോ, നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി അല്ലേ. വ്യക്തിപരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഫ്രീഡവും കാര്യങ്ങളൊക്കെ എന്നേ ആൾക്കാർ നേടി തന്നിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ചിന്തിക്കാൻ. അപ്പോൾ ഇനിയെങ്കിലും ഇപ്പോൾ അടുത്ത ഇലക്ഷനൊക്കെ വരിക, ഇപ്പോൾ നോക്കിയും കണ്ടും ഒക്കെ വോട്ട് ചെയ്ത് പാർട്ടിയൊക്കെ മറന്ന് കഴിവും പ്രാപ്തിയും നമുക്ക് അയാളെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ നാട്ടുകാർക്കോ പ്രയോജനമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒരു വോട്ട് കുത്തുക. എനിക്കത്രേ പറയാനുള്ളൂ. പാർട്ടി നോക്കരുത്. കാര്യം ഇനി നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നില്ലേ. എന്തെങ്കിലും ഇന്നേ വരെ പ്രയോജനം കിട്ടിയിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ എങ്കിലും ആളുകൾക്ക് ബോധോദയം വരട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. താങ്ക് യു. ഏതായാലും സമ്മിശ്ര പ്രതികരണമാണ് ജനങ്ങളുടെ ഇടത്തു നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എങ്കിലും പലരും പറയുന്നത് ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയർത്തുന്നത്. ജനപ്രതിനിധികൾ എപ്പോഴും ജനങ്ങൾക്ക് മാതൃകയാകണം. ഇത്തരത്തിലുള്ള കേസുകളിൽ ഒന്നും പോയി പെടാതിരിക്കുക. അങ്ങനെ ഒരു മാന്യത കാണിച്ച് അദ്ദേഹത്തെ എത്രയും വേഗം പാർട്ടിയിൽ നിന്നും പുറത്താക്കുക, രാജിവെക്കുക എന്നുള്ള ഒരു ആവശ്യമാണ് പലരും പറയുന്നത്. കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.